സ്ത്രീകളുടെ സൗജന്യ യാത്രാ സർവീസ് നാളെ ആരംഭിക്കാനിരിക്കെ UDF സർക്കാരും KSRTCയും രണ്ട് തട്ടിൽ തന്നെ തുടരുകയാണ്. പ്രിയദർശിനി സർവീസിന് മുൻകൂർ പണം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KSRTC. എന്നാൽ മുൻകൂർ പണം നൽകേണ്ടതില്ല എന്ന നിലപാടിൽ സർക്കാരും പിന്നോട്ട് പോയിട്ടില്ല. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, തന്നാൽ മതിയല്ലോ. KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാവില്ല. ട്രഷറിക്ക് കുറച്ച് പ്രഷർ വരും. ഗതാഗത മന്ത്രിക്ക് ആശങ്കകളൊന്നുമില്ല. എന്നാൽ റൂട്ടുകളിൽ സർവീസ് ക്രമീകരിക്കുന്ന KSRTC ഉദ്യോഗസ്ഥർക്ക് മുന്നിലെ പ്രതിസന്ധി തുടങ്ങുന്നതേയുള്ളൂ. UDF സർക്കാരിന്റെ സ്ത്രീ സൗജന്യ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂർ തുക വേണമെന്ന ആവശ്യം KSRTC വീണ്ടും ഉന്നയിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ അടക്കം ബാധിക്കുമെന്ന കണക്കുകൾ നിരത്തിയാണ് വാദം. ഒപ്പം ധനവകുപ്പുമായി തുടർ ചർച്ചകൾ വേണമെന്നുമാണ് KSRTC സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. സീറോ ടിക്കറ്റ് പരിശോധിച്ച് ഓരോ മാസവും അവസാനം ചെലവായ തുക നൽകുമെന്ന സർക്കാർ വാദം പ്രായോഗികമല്ല എന്ന നിലപാടിലാണ് KSRTC. 45 ദിവസത്തെ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ 3 രൂപ 10 പൈസ കുറച്ചാണ് ഇന്ധന കമ്പനികൾ ഇന്ധനം നൽകുന്നത്. പ്രിയദർശിനി പദ്ധതി വരുന്നതോടെ ഇപ്പോഴുള്ള ഇന്ധന സബ്സിഡി കമ്പനികൾ ഒഴിവാക്കുമോ എന്ന ആശങ്ക കൂടി KSRTCക്കുണ്ട്. ഇതിനിടയിലും മുൻകൂർ പണം അനുവദിക്കില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു തന്നെയാണ് UDF സർക്കാർ. സൗജന്യ സർവീസിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മാസാവസാനം ഗ്രാന്റ് നൽകി പരിഹരിക്കുമെന്ന് വ്യക്തമാക്കുമ്പോഴും നഷ്ടക്കണക്കുകൾക്ക് പിന്നാലെ ഉയർത്തിവിടുന്ന പുകമറ സതീശൻ സർക്കാരിനെ എത്ര വരെ തുണയ്ക്കുമെന്ന് ഇനി കണ്ടറിയണം. ജനം, തിരുവനന്തപുരം.